പൊന്നെ ഞാൻ ശരിക്കും പേടിച്ചു പോയി. വഴി തെറ്റിപ്പോയി. കുഞ്ഞുപ്പ ട്രാക്ടറുടെ ട്രാക്ടർ. ഇതെന്ത് പള്ളി ഇത്, എന്തൊരു ഭംഗിയാ കാണാൻ. നല്ല ഡേഞ്ചറാണ് ഇവിടുത്തെ വളവുകളെല്ലാം. നമ്മള് വന്ന സ്ഥലം മാറി. ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞുപ്പ, നമ്മളിന്നോടെ പോവാ? ചെറിയൊരു ട്രിപ്പിനാണ് പോണേ ഗൈസ്. സത്യം പറയും, ഇന്നലെ രാത്രി നമ്മൾ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. രാത്രി കിടക്കാൻ നേരത്തെ ഞാൻ ചേട്ടനോട് ചോദിച്ചു നമുക്ക് രാവിലെ എവിടെയെങ്കിലും പോയാലോ. അപ്പോൾ ചേട്ടാ പോകാന്ന് പറഞ്ഞേ. അപ്പോൾ ഞാനോർത്ത് അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കുമെന്നു. പക്ഷേ ഇത് ഇച്ചിരി കൂടുതൽ ദൂരത്തോട്ടാണല്ലേ അച്ഛൻ. 2 വാക്ക് പറ, നമ്മുടെ ഈ ട്രിപ്പിനെ പറ്റി അച്ഛൻ 2 വാക്ക് പറയുന്നതായിരിക്കും. നമ്മൾ വാഗമണ്ണാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്ത് കിടന്നപ്പോൾ നല്ല താമസിച്ച്. അതുകൊണ്ട് ഇപ്പൊ എണീറ്റപ്പോ താമസിച്ച്. ഇനിയിപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, പോണ വഴി കഴിക്കാം എന്ന് ഒരു എത്തുമ്പോഴത്തില്ല. അപ്പൊ നമുക്ക് പിന്നെ ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 1, പിന്നെ 2, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു നാരങ്ങയാണ്. തിളപ്പിച്ച് ആറിയ വെള്ളം എടുത്ത് വെച്ചാണ്. 2 കുപ്പിയുണ്ട്, വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ രാവിലെ എണീറ്റിട്ടാണ് ഇതൊക്കെ സെറ്റ് ആക്കിയത്. ഇന്നലെ രാത്രി ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. കുഞ്ഞപ്പന്റെ എന്റെയും തോർത്തും ഡ്രസ്സൊക്കെയാണ് കേട്ടാ. ചേട്ടന്റെ നിങ്ങൾ ഒന്നും എടുത്തില്ലല്ലേ? ചേട്ടൻ പറയണേ എനിക്കൊന്നും വേണ്ട, നിങ്ങൾക്കല്ലേ ഡ്രസ്സ് വേണ്ടേന്ന്. ഇതെന്റെ കൺമഷി ഉണ്ട്, പിന്നെ എന്റെ ലിപ്സ്റ്റിക്കും ഉണ്ട്, പിന്നെ എന്റെ വിക്സ് ഉണ്ട്, വിക്സ്. അപ്പൊ ഗൈസ് വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല, നമുക്ക് ഇറങ്ങാവേ. ഇടയിടാ ട്രിപ്പ് പോകുമ്പോഴാണോ കുഞ്ഞപ്പ കളിക്കണത്? രാവിലെ തന്നെ ദേവനും അനന്തവും കൂടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞപ്പനാണെങ്കിൽ ഇവന്മാര് കളിക്കണ കണ്ടിട്ട് കളിക്കാൻ മുട്ടിയിട്ട് വയ്യ ഗൈസ്. അപ്പൊ നമ്മള് റെഡിയായി എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം അല്ലേ കുഞ്ഞപ്പ? ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം. ഏകദേശം ഒരു 9 മണിയായി നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയപ്പോൾ കേട്ടോ. സാധാരണ ഇതുപോലെ ട്രിപ്പ് പോണവർ വെളുപ്പിനാണല്ലോ പോണത്. നമ്മൾ 9 മണി 10 മണിയാകുമ്പോഴാണ് പോകുന്നത്. ലൈറ്റായിട്ട് ഇടിയപ്പം വെജിറ്റബിൾ കറിയാണ് കഴിച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വാള് വെക്കും. ഈ ഇറച്ചിയും ചിക്കനും ഒക്കെ രാവിലെ തിന്നാ പണിയാണ്. ഇതാണ് നമ്മുടെ തണ്ണീർമുക്കം ബണ്ട്, വലിയൊരു പാലാണ്. ഇതിനു മുമ്പ് ഒരു ബണ്ട് ഫെസ്റ്റ് കാണാൻ നമ്മൾ ഇവിടെ പോയിട്ടുണ്ട്. ആ കാണുന്ന റൈറ്റ് സൈഡ് കണ്ടോ, അവിടെയായിരുന്നു പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പൊ കോട്ടയംകരയെ നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. ചേട്ടനാണെങ്കിൽ ഇപ്പൊ സൈഡ് ഒതുക്കിയിട്ട് ലൊക്കേഷൻ നോക്കാണ് കേട്ടോ. എനിക്കാണെങ്കിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഗൂഗിൾ മാപ്പ് നോക്കി എനിക്ക് ഛർദ്ദിക്കാൻ വരും, തല ഇറങ്ങും. ഞാൻ ഇതുവരെയും ഗുളിക കഴിച്ചിട്ടില്ല. സാധാരണ ഗുളിക കഴിച്ചിട്ട് എവിടെയെങ്കിലും പോകുള്ളൂ കേട്ടാ. അപ്പൊ മണത്തിക്കൊണ്ടിരിക്കണല്ലോ കുഞ്ഞപ്പ. ഞാനും കുഞ്ഞപ്പനും മാറി മാറി മണത്താണ് കേട്ടോ. അപ്പൊ ഗൈസ് വരുന്ന വഴി പമ്പിൽ കയറി പെട്രോൾ അടിച്ചു, ടയറിന് എയർ നിറച്ചു. നെൽപ്പാടം കുഞ്ഞപ്പ, ഇതാണ് നെൽപ്പാടം. ഇവിടെ കാണിച്ചത് നോക്ക്, ഇതാണ് നെൽപ്പാടം. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഗൈസ് ഒരു നെൽപ്പാടം നേരിട്ട് കാണുന്നത്. നോക്കിക്കേ, അവിടെ അവരെന്തോ ഞാറ് കൊയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അവരവിടെ കൊയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുമെന്നതേ. നോക്കിക്കേ, എന്തൊരു ഭംഗിയാ കാണാൻ. എന്റെ ദൈവം, എനിക്ക് സന്തോഷം കൊണ്ടുപോയില്ല കേട്ടോ. എല്ലാ ട്രിപ്പിലും നമുക്ക് ഇതുവരെ നമ്മൾ കാണാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ആണല്ലോ എല്ലാ ട്രിപ്പും. ഇപ്പൊ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് വാഗമൺ അവിടെ പോയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഈ നെൽപ്പാടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്റെ പൊന്നു ഗൈസ്, ഇത് ഇവിടെ നിർത്തി വീഡിയോ എടുത്ത് പോയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അച്ഛൻ നമുക്ക് ഇവിടെ നിർത്തി വീഡിയോ എടുക്കാച്ച കണ്ട എന്തൊരു ഭംഗിയാ. ഞാൻ സിനിമയിൽ മാത്രമേ ഇത്രയും ഭംഗി കണ്ടിട്ടുള്ളൂ. അച്ഛനോട് അച്ഛൻ ഒന്ന് വീഡിയോ എടുക്കാൻ. എങ്ങനെയുണ്ട് കുഞ്ഞപ്പാ? എന്തോന്നാ അതേ കണ്ട ആ ചേട്ടന്മാര് പറിച്ചോണ്ട് പോകാനുണ്ട ഞാറ്. ഈ നാട്ടിൻപുറങ്ങളുടെ ഭംഗിയില്ലേ, അതൊരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടാ. ഇപ്പൊ ഇവിടെ കണ്ട റോഡ് സൈഡിൽ ഇരിക്കാനുള്ള മുള കൊണ്ട് കെട്ടിയ ഒരു ഇരിപ്പിടമാണിത്. ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്. വൈകുന്നേരം ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഈ വയലും ആസ്വദിച്ചിരുന്ന സമയം പോണ അറിയുമല്ലേ. നമ്മൾ വിചാരിക്കും സിറ്റിയൊക്കെയാണ് അടിപൊളിയെന്ന്. അല്ല കേട്ടാ, ഒരു രക്ഷയില്ല. പിന്നെ ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചയാണല്ലോ അല്ലേ ചേ. ഇവിടെ നിൽക്കുമ്പോ തോന്നും അതാണ് നല്ലത്, അവിടെ നിൽക്കുമ്പോ തോന്നും ഇതാണ് നല്ലത്. ഒരുപാട് പാടങ്ങൾ നമ്മുടെ വീടിനടുത്ത നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ നെല്ല് വിളഞ്ഞു നിൽക്കുന്ന ഏക്കർ കണക്കിന് പാടങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ ഫുള്ളും വളമാണ് കേട്ടോ. ഇങ്ങനെ വളഞ്ഞാണ് പോണത്. അതെന്തുവാണ് അച്ഛേ? ക്രിസ്ത്യൻ പള്ളിയാണ്. ഇവിടെ നിന്ന് നോക്കിയിട്ട് ഭയങ്കര പൊക്കം പള്ളിക്ക്. ചേട്ടനൊക്കെ നല്ലോണം ഓടിക്കണോണ്ട് കുഴപ്പമില്ല. നല്ല ഡേഞ്ചറാണ് ഇവിടുത്തെ വളവുകളെല്ലാം. നല്ല പാകതയോടെ പക്വതയോടെ അവൻ കാറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ കളിക്കാൻ. ഇതെന്തു പള്ളി ഇത്. പക്ഷെ നല്ലോണം കിട്ടിയില്ലെന്നേ. നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടക്ക് നല്ലോണം നിർത്തി എടുക്കാനൊന്നും പറ്റണില്ല. എന്തൊട്ടുപൊളി പള്ളി. പക്ഷെ ആ പള്ളിയിൽ അകത്തൊന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പൊളിപ്പള്ളി. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ള എന്താന്നാ, നല്ല നാടൻ മുട്ട കിട്ടും, ഉണക്കച്ചെമ്മീൻ, ഉണക്കമീൻ, ഒരുപാട് ഉണക്കമീൻ. നമ്മൾ പോണ വഴിയിലൊക്കെ സൈഡിൽ നിറച്ച ഉണക്കമീൻ്റെ. പിന്നെയും പാടം മുടക്കാലി കള്ള് ഷാപ്പ്. ഇവിടെയൊക്കെ കള്ള് ഷാപ്പ് കൂടുതൽ നല്ല അടിപൊളി കുറെ കള്ള് ഷാപ്പൊക്കെ ഉണ്ട് കേട്ടാ. നേരെ വിട്ടാച്ചാ മതിയാച്ചേ. ഇവിടെ നിർത്തി പോരുത്. കുഞ്ഞുപ്പ ട്രാക്ടർ. എന്റെ മുന്നേ സീൻ
ട്രാക്ടർ, ഇതൊന്നും നമ്മുടെ അവിടെ കാണാൻ പോലും കിട്ടത്തില്ല കേട്ടാ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര തുടർന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ മാത്രം കാണാനല്ലല്ലോ പോകുന്നത്, പോകുന്ന വഴിയുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് ഭയങ്കര സന്തോഷം തരും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വാഗമണ്ണിലെത്തി ഞങ്ങൾ ഇല്ലിക്കക്കല്ല് പോയിട്ട് പിന്നെയാണ് വാഗമണ്ണിൽ പോയത്. അവിടെ കണ്ട കാഴ്ചകളെക്കാളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയത് ഈ പോകുന്ന വഴി നല്ല വീട് കണ്ട, അടിപൊളി വീടല്ലേ, വീടുകള്, മലകള്, പല പല ചെടികള്. എനിക്ക് അതേ കൃഷി കണ്ടില്ലേ, പൈനാപ്പിൾ തോട്ടാണ് കേട്ടോ ഇത്. ഒരു രക്ഷയില്ലാത്ത പൈനാപ്പിൾ തോട്ടാണ്. പക്ഷെ പൈനാപ്പിൾ ഒന്നും കാണാൻ പറ്റിയില്ല, അത് പൈനാപ്പിൾ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു, അതിന്റെ സീസൺ അല്ല. അപ്പോൾ പോകുന്ന വഴിയുള്ള ഈ റോഡ് വഴി തെറ്റിപ്പോയി ഗൈസ്, നമുക്ക് വഴി തെറ്റിപ്പോയി. 2 പ്രാവശ്യം ചെറുതായിട്ട് വഴി തെറ്റിപ്പോയി. അവരുടെ കാറിന് എന്തോ പ്രശ്നമായെന്ന് തോന്നുന്നു. ഇവിടെ കൂടിയാണോ പോണത്? ഒയ്യോ നല്ല കയറ്റമാണല്ലോ അച്ഛൻ. പോകുന്ന വഴിയെല്ലാം നല്ല മനോഹരമായ കാഴ്ചകൾ ഉണ്ടെങ്കിലും ഒരുപാട് അപകടങ്ങളും ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. പൊന്നെ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു കയറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ് കയറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കണൊക്കെ നല്ല കയറ്റത്തിൽ കൂടിയാണ് കേട്ടാ. എന്റെ പൊന്നു ദൈവമേ, നോക്കി ഓടിക്കും മനുഷ്യ, എനിക്ക് പേടിയാണ്. അതായത് ഇങ്ങനെ കിടക്കുന്ന കയറ്റം. അയ്യോ, ഇപ്പോഴും കയറ്റത്തിൽ തന്നെയാണ് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്, മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞിക്കാട്ടി റോഡ്, വ്യൂ ഒക്കെ കൊള്ളാൻ പോകുന്നു. ഇവിടെ നേരെ നോക്കി ഓടിക്ക്. ചേട്ടനാണെങ്കിൽ താഴത്തെ വ്യൂ നോക്കി, അയ്യോ കൊള്ളാം, വ്യൂ കൊള്ളാം. പക്ഷെ ഇവിടെ നിന്ന് നിർത്തണ്ടേ, എനിക്ക് പേടിയാ. ഇപ്പൊ ഒരു ഇറക്കം തുടങ്ങി കഴിച്ചു. ഇത്ര നേരം ഒരു കയറ്റം വരുന്നു, ഒരു അധികം വീതി ഇല്ലെന്നേ. ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ നമ്മളും പാടുപെട്ട് വേണം ഒതുക്കി കൊടുക്കാൻ. അടുത്ത് കയറ്റം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇടക്കിടക്ക് ഭയങ്കര, മൂന്നാർ പോയപ്പോ പോലും ഇങ്ങനെ ഇല്ലായിരുന്നു. ഓർക്കല്ലേ മൂന്നാർ പോയപ്പോ. നമ്മുടെ ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാൽ മലയില്ലാത്ത നാടാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഈ മല കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ലിന്റെ എൻട്രൻസ് വരെ എത്തി. ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു. അതായത് ഇല്ലിക്കൽ കല്ല് ടൂറിസം, അവിടെ ഇല്ലിക്കൽ കല്ലിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിന്റെ പ്രവേശന കവാടത്തിന്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ അകത്തേക്ക് പോകും. ഇവിടെ ഭയങ്കരമായിട്ട് ബ്ലോക്ക്, അതായത് നമ്മുടെ ഫ്രണ്ട് കുറെ കാറ് കിടപ്പുണ്ട്. അങ്ങോട്ട് എന്താ പ്രശ്നമെന്ന് അറിയില്ല, അങ്ങോട്ട് പോകാൻ പറ്റണില്ല. നോക്കട്ടെ, അവിടെ നിന്ന് വണ്ടി വന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓപ്പോസിറ്റ് നിന്ന് വണ്ടി വന്നുണ്ട്. ഒരു ചേട്ടൻ അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യണുണ്ട് കേട്ടോ വണ്ടി പോകാൻ വേണ്ടി. പയ്യെ വണ്ടി മൂവായി തുടങ്ങിയിട്ടുണ്ട്. ദേ അവിടെ എഴുതി വെച്ചേക്കണ്ട, ഇല്ലിക്കൽ കല്ല് ടൂറിസം ഡെസ്റ്റിനേഷൻ. കണ്ട, ഇല്ലിക്കൽ കല്ലെന്ന് ബോർഡുണ്ട്. കണ്ട ബോർഡ്, കണ്ട, ഇതാണ് ബോർഡ്. ഓ, നല്ല കയറ്റമാണല്ലേ. ടൂറിസ്റ്റ് ബസ് ഉണ്ടോ, എന്തോരം ടൂറിസ്റ്റ് ബസ്സാണ്. നല്ല കയറ്റമാണ് ഗൈസ്. ഗൈസ്, നമ്മൾ വന്ന സ്ഥലം മാറി. നമ്മൾ ഏതോ KSRTC സ്റ്റാൻഡിലാണ് കേട്ടോ വന്നേക്കണത്. നിറച്ച് നമ്മുടെ KSRTCയുടെ ബസ് കിടക്കണ്. ഈ ഇല്ലിക്കൽ കല്ലിലോട്ട്, വട്ടവടയിലോട്ട്, അങ്ങോട്ട് മൂന്നാർ, അങ്ങോട്ടൊക്കെ KSRTC ബസ് ഉണ്ട് കേട്ടോ. നമുക്ക് ചെലവ് ചുരുക്കിയുള്ള യാത്ര ചെയ്യണമെങ്കിൽ KSRTC ബസ്സിൽ വന്നാൽ മതി. ഇങ്ങോട്ടൊക്കെ KSRTC സർവീസ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പാർക്കിങ്ങിലെത്തി, നമ്മൾ പാർക്കിംഗ് എത്തി. ടോയ്ലറ്റ് ഉണ്ട്, ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, പാസ് എടുക്കണം. കോട്ടയം ജില്ലയിലാണ് നമ്മുടെ ഈ മനോഹരമായ ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. അതും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3400 അടി മുകളിലാണ് ഈ മല, ഈ ഇല്ലിക്കൽ കല്ല്. പാർക്കിങ്ങിനൊക്കെ അടിപൊളി സ്പേസ് ഉണ്ട്. എത്ര വണ്ടി വന്നാലും അവിടെ ഇടാൻ കുഴപ്പമില്ല. ചെറിയൊരു കുഞ്ഞു ഫീസ് കൊടുക്കണം കേട്ടോ. അതുപോലെ ടോയ്ലറ്റ് ഉണ്ട്. നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേഡീസിനൊക്കെ ജെൻസിനൊക്കെ വേറെ ടോയ്ലറ്റ് ഉണ്ട്. അതിനൊന്നും ഫീസ് കൊടുക്കണ്ട. ഒരു 3-4 കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അവിടെ ഇങ്ങനത്തെ തൊപ്പികളുണ്ട്. തൊപ്പിക്ക് 150 രൂപയാണ് ഒരെണ്ണത്തിന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഇതുപോലത്തെ ഉപ്പിലിട്ടതും ചെറിയ ചെറിയ ഇങ്ങനെ ടിന്നിലിട്ട മിഠായികൾ, അത് കപ്പലിന്റെ മിഠായി, പപ്പടവട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. ഊണും ബിരിയാണി ഒന്നും പ്രതീക്ഷിക്കരുത്. മലമുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിശന്ന് ചാകും. ബ്രെഡ് ഓംലെറ്റ് കിട്ടും അവിടുത്തെ കടയിൽ, സർബത്ത് കിട്ടും, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഫുഡ് കൊണ്ടുപോകണതായിരിക്കും നല്ലത്. നമ്മളൊന്നും കൊണ്ടുപോയില്ല, അതുകൊണ്ട് ബ്രെഡ് ഓംലെറ്റ് വാങ്ങിച്ച് കഴിച്ച്. ബാക്കി നോക്കിക്കേ, എന്താ ഭംഗി. ശരിക്കും എന്തോ ആരോ എഡിറ്റ് ചെയ്ത് വെച്ചേക്കണം, ആരോ പടം വരച്ച് വെച്ചേക്കണ പോലെ തോന്നും. 59 രൂപയ്ക്ക് നമുക്ക് ജീപ്പ് കിട്ടും അവിടെ നിന്ന്. അതായത് ഇപ്പം ഈ എൻട്രൻസ് കണ്ട, ഇവിടെ നിന്ന് മുകളിലേക്ക് കയറുമ്പോഴാണ് ശരിക്കുള്ള ഇല്ലിക്കൽ കല്ല്. ഏറ്റവും മുകളിലാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് ഇനി നമുക്ക് പോകണം. അപ്പം ജീപ്പിൽ നമ്മൾ അവർ കൊണ്ടുപോയി എല്ലാം കാണിച്ച് തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഇറക്കും. ഇങ്ങോട്ട് ഈ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് നടന്ന് വേണമെങ്കിലും നമുക്ക് പോകാം. ജീപ്പ് വേണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ നടന്നു പോകണമെങ്കിലും 20 രൂപ നമ്മൾ അവിടെ കൊടുക്കണം. ജീപ്പിനാണെങ്കിൽ 59 രൂപ കൊടുക്കണം. ജീപ്പിന് പോകുന്നതാണ് ഏറ്റവും അടിപൊളി. നടന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഊപ്പാട് വന്നു പോകും. നടന്നു പോകുന്നവരും ഉണ്ട് കേട്ടോ, പക്ഷെ അത് ഭയങ്കര പാടാണ്. അങ്ങനെ ജീപ്പിലിരുന്ന് അവരാണെങ്കിൽ 100-110 വിടും. ജീപ്പ് നല്ല സ്പീഡിൽ വിടും. പെട്ടെന്ന് നമ്മൾ മാലിൻ്റെ മുകളിലെത്തും. അപ്പോൾ പോകുന്ന വഴി 2 സൈഡിലും ഇതുപോലത്തെ കാഴ്ചകളൊക്കെയാണ്.
അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുകളിലെത്തി. അവിടെ ഐസ്ക്രീം ഒക്കെ ഉണ്ടാകും കേട്ടോ, അവിടെയും കടയുണ്ട്, മുകളിലും കടയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് മലയുടെ മുകളിലേക്കാണ് നമ്മൾ ഈ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. മേഘങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ് ആണ്. അപ്പം നമ്മൾ മാത്രമല്ല, വേറെ കുറേ പേരും ആ ജീപ്പിലുണ്ട്. രണ്ട് സൈഡിലെ മലകളും വേറെ മൃഗങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ അവിടെ കാണാൻ. ഈ മലകളാണ് മെയിൻ ആകർഷണം, ഭംഗി. അപ്പം ഞാൻ പുറകിലിരിപ്പുണ്ട്, ചേട്ടനും കുഞ്ഞപ്പനും ഫ്രണ്ടിലെ ഡ്രൈവറിൻ്റെ കൂടെയാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ഇടയ്ക്ക് അമ്മേ അത് കണ്ടാമ്മേ ഇത് കണ്ടാമ്മേ എന്നൊക്കെ എന്നെ വിളിച്ച് കാണിക്കണുണ്ട്. കണ്ട ഇങ്ങനെ ഞാനിത് ഒട്ടും എഡിറ്റ് ചെയ്ത് കളയുന്നില്ല ഇതിൽ നിന്ന്, കാരണം എന്തോരം ദൂരം ഉണ്ടെന്ന് നിങ്ങളൊന്ന് അറിയണമല്ലോ. കണ്ടില്ലേ, നടന്നു പോണവരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി നടന്നു പോവുകയാണെങ്കിൽ കൊള്ളാം. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ട് അച്ഛനും അമ്മയും അല്ലെങ്കിൽ കൊച്ചുങ്ങളൊക്കെ കൂടെ പോണവർക്കൊന്നും നടന്നു പോല് പറ്റത്തില്ല. എന്തോരം ദൂരം ഉണ്ടോ നമ്മളിലേക്ക് നടക്കാൻ. എൻ്റെ പോലെ ഇത് തീരണില്ലേ, എനിക്കിതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ ഇത് തീരണില്ല. അപ്പോൾ ജീപ്പും കാത്ത് അവിടെ മോളിൽ കുറേ പേര് നിൽപ്പുണ്ട്, കാരണം ഈ ജീപ്പ് ചെന്നിട്ട് വേണം അവർക്ക് താഴത്തേക്ക് ഇറങ്ങി വരാൻ. കണ്ടില്ലേ, കപ്പിൾസൊക്കെ ആകുമ്പോഴത്തേക്കും അവർ നടന്നു പോകും കേട്ടാ. അങ്ങനെ ദേ എത്തണോ ഇല്ലല്ലോ, ഒന്നെത്ത്. കണ്ട എന്തോരം ഉണ്ടെന്ന് മനസ്സിലായി നിങ്ങൾക്ക്, ഇത്രയുണ്ട് മുകളിലേക്ക് പോകാൻ. ഈ ഇല്ലിക്കൽ കല്ല് എത്തിയിട്ടില്ല ശരിക്കും, ഒരു മലയുടെ മുകളിലാണ് ഈ ഇല്ലിക്കൽ കല്ല്. എനിക്ക് എത്തണ വരെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. വിശന്നിട്ട് ഈ സമയത്തൊക്കെ വിശന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ആ ബ്രെഡ് ഓംലെറ്റ് തിന്നുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ട്. സത്യം പറയാം, നിങ്ങൾ പോകുന്നവർ ഊണൊക്കെ കൊണ്ടുവേണം കേട്ടോ പോകാൻ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ 9 മണി 10 മണിക്ക് പോയിട്ട് ഞങ്ങൾ എന്ത് ഉണ്ടാക്കി പിടിച്ചോണ്ട് പോകാനാ. ഇനി എന്തെങ്കിലും പോകാനൊരിതുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മീൻ വറുത്തതും ചോറും സാമ്പാറൊക്കെ ആയിട്ടേ പോകത്തുള്ളൂ. അത് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഈ മലമുകളിലൊന്നും നമുക്കൊന്നും കിട്ടത്തില്ല. നമുക്ക് ഈ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ തിന്നാൽ എനിക്ക് അതൊന്നും ഒരു തൃപ്തിയാവത്തില്ല. ഇതെന്താ എത്താത്തത്, കണ്ട ഇത്ര ഉണ്ട് കണ്ട. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ ജീപ്പ് എടുക്കാണ്ട് നടന്നു പോരുന്നെങ്കിൽ എന്തായതിനെ അവസ്ഥ. എത്തണില്ലേ, കണ്ട അടുത്ത ജീപ്പൊക്കെ പോണ കണ്ട, ആൾക്കാരെ കൊണ്ട് മുകളിൽ വിട്ടിട്ട് പോയതാണ്. എത്തി കേട്ടാ. എൻ്റെ പൊന്നി, ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. കണ്ട നിറച്ച ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് താഴത്തേക്ക് ഇറങ്ങി വരാൻ. അപ്പം മുകളിൽ ചെന്നിട്ട് അവിടെയും ഉണ്ട് കടകൾ, അവിടെയും താഴെ കണ്ട കടകൾ പോലത്തെ കടകൾ തന്നെയാണ്. ഇപ്പം അവിടെ ബബിൾസ് ഉള്ള കടയുണ്ട്. കുഞ്ഞപ്പനാണെങ്കിൽ ചെന്നപ്പോൾ തൊട്ട് അമ്മയെ ബബിൾ മേടിച്ചത്. ബബിൾ ഒരു പെങ്കൊച്ച് അവിടെ നിന്ന് അത് ബബിൾ വീർപ്പിക്കുന്ന കണ്ടിട്ടേ, ഊതുന്ന കണ്ടിട്ടേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു വരാൻ നേരത്ത് മേടിക്കാൻ പൊന്നേന്ന് പറഞ്ഞ് സോപ്പിട്ട് ഒരു വിധത്തിൽ അവനെ കൊണ്ട് പോയി. അപ്പോൾ ആ കൊച്ച് അവിടെ ഊതിയ ബബിളൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു കേട്ടാ. അങ്ങനെ കുറച്ച് പിന്നെയും നടക്കാനുണ്ടെന്നേ മുകളിലേക്ക്. കുഞ്ഞപ്പനാണെങ്കിൽ അവന് ഈ 5 വയസ്സായത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല, എടുത്തോണ്ട് നടക്കണ്ട കേട്ടോ. അവൻ എടുക്കണത് ഇഷ്ടമല്ല. ഈ 2 വയസ്സുള്ള സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ പോയാലും അവനെ എടുത്തോണ്ട് നടന്നിട്ട് എനിക്കും വയ്യാണ്ടാവും. ഇതിപ്പോൾ എന്നെക്കാളും ചേട്ടനേക്കാളും മുമ്പ് അവൻ എല്ലായിടത്തും ഓടി കയറിക്കോളും. അങ്ങനെ ഈ നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്ത് ഐസ്ക്രീം വാങ്ങിച്ച്. കുഞ്ഞപ്പൻ നിർബന്ധിച്ചിട്ട് വാങ്ങിച്ചാണ്, പക്ഷെ അത് വാങ്ങിച്ചത് നന്നായെന്ന് തോന്നി. ഇത് നോക്കിക്കേ എൻ്റെ പൊന്നേ, ഏറ്റവും മുകളിൽ ചെന്നിട്ടുള്ളൊരു വ്യൂ ആണിത്. ഇല്ല ഏറ്റവും മുകളിൽ ചെന്നിട്ടില്ല, ചെല്ലാൻ പോകണുള്ളൂ കേട്ടാ. ഇനിയാണ് ശരിക്കുള്ള നടപ്പ് തുടങ്ങണത്. ഈ നടന്നൊരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ എന്തിൻ്റെ കേടായിരുന്നു ദൈവമേ, ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് ചിന്തിച്ചായിരുന്നു കേട്ടാ. പക്ഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. 2 സൈഡിലും ഇതുപോലത്തെ സാധനം കെട്ടിവെച്ചിട്ടുണ്ട്. ഭയങ്കര പാടെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് മുകളിലേക്ക് കയറാൻ. മൊത്തം കുണ്ടും കുഴിയായിട്ട് ഇങ്ങനെ മുകളിലേക്കൊരു കയറ്റം അങ്ങോട്ട് കയറണം. പ്രായമായവർക്കൊന്നും കയറാൻ പറ്റില്ല. കുഞ്ഞു മക്കളുമായിട്ട് വരുന്നവർ മക്കളെ കൈ വെച്ചോണ്ട് കയറാൻ ഭയങ്കര പാടാണ്. കുഞ്ഞപ്പൻ പിന്നെ മറ്റേ പിടഞ്ഞ് കയറണം കൊണ്ടാണ് കുഴപ്പമില്ലാത്തത്. മുകളിലെത്തിയപ്പോൾ ഞാൻ ചത്തെന്ന് പറഞ്ഞാൽ ഞാൻ ചത്ത്. എനിക്കൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ, അത്രയും കയറി. ഇതാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ ഒരു വ്യൂ പോയിന്റ്. ഇതാണ് മുകളിൽ, ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഏറ്റവും മുകളിൽ. അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത്. ഇതാണ് ഇല്ലിക്കൽ കല്ല്. കണ്ടില്ലേ, എന്തോ ഒരു മല ഇങ്ങനെ മുറിച്ച് വെച്ച പോലെ തോന്നും. ഇത് കാണാനാണ് ഇത്രയും ജനങ്ങൾ ഇത്രയും പാടുപെട്ട് മല കയറി ഇതിൻ്റെ മുകളിൽ വന്നത്. കണ്ടില്ലേ, ഇതാണ് അവസാനം വന്ന് നിൽക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ആ കല്ല് കാണാം, ആ മല കാണാം. അത്രേ ഉള്ളൂ, വേറെ വലിയ പ്രത്യേകതയൊന്നും അവിടെ ഇല്ല. പക്ഷെ അതൊരു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു മല ഇങ്ങനെ മുറിച്ച് വെച്ച പോലെയാണ് അതിനെ കാണാൻ. ആരും മുറിച്ചതല്ല, അത് അങ്ങനെ ആയിരിക്കും. എന്തായാലും അത്രയും വിഷമിച്ച് അവിടെ കയറി അതെല്ലാം കണ്ട് മേഘങ്ങളൊക്കെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ ഒരു ഫീല് തോന്നും കേട്ടോ. മേഘങ്ങളൊക്കെ നമുക്ക് കണ്ടില്ലേ, നമ്മുടെ അടുത്ത് നിൽക്കുന്ന പോലെ ഒരു ഫീല് തോന്നും. ഇറങ്ങാനാണെങ്കിൽ അതിലും പാടാണ് ഗൈസ്. എൻ്റെ പൊന്നെ കണ്ട, ഇറങ്ങണത് ഭയങ്കര ഡേഞ്ചറാണ്. മൊത്തം താഴത്തേക്ക് കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. താഴത്തേക്ക് അങ്ങനെ ഒരു വലിയ സ്ലോപ്പാണത്.
ഇറങ്ങുമ്പോൾ നമ്മൾ ശരിക്കും തെന്നിപ്പോവും. കയറണേനേക്കാളും ഡേഞ്ചറാണ് താഴത്തേക്ക് ഇറങ്ങണത്. തെന്നിപ്പോകും നമ്മൾ കേട്ടോ. കുറേയൊന്നും ചേട്ടൻ വീഡിയോ എടുത്തില്ല, കാരണം ചേട്ടനും ഇറങ്ങണ്ടേ, ഫോണും പിടിച്ച് വീഡിയോ എടുത്തോണ്ടിരുന്ന ചേട്ടൻ ഇറങ്ങണ്ടേ. ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇറങ്ങാൻ. അങ്ങനെ ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത്, പിന്നെ ഐസ്ക്രീം ഒന്നും മേടിച്ചില്ല. പിന്നെ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ നമുക്ക് ജീപ്പ് വന്നു. കുഞ്ഞപ്പൻ്റെ ഒരു 10 രൂപയുടെ ബബിൾ ഞാൻ മേടിച്ചു കൊടുത്തു കേട്ടോ. അവൻ നല്ല ബഹളമായിരുന്നു. അമ്മ തിരിച്ചു വരാൻ നേരത്ത് നമ്മൾ മറക്കും, പക്ഷേ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കുഞ്ഞപ്പൻ അത് മറന്നിട്ടുണ്ടാവില്ല. അമ്മേ ബബിൾ മേടിച്ചരാന്ന് പറഞ്ഞല്ലേ, മേടിക്കാൻ പറഞ്ഞിട്ട് 10 രൂപയുടെ ബബിൾ കിട്ടും അവിടെ. സാധാരണ അമ്പലപ്പറമ്പിലും അവിടുത്തെ ഇവിടെ പള്ളിപ്പറമ്പിലൊക്കെ ഉത്സവത്തിന് എന്തിനാ പെരുന്നാളിനാ പോകുമ്പോൾ 40 രൂപ 30 രൂപയുടെ ഒക്കെ ബബിളല്ലേ. ഇത് 10 രൂപയുടെ ബബിളുണ്ട്. പിള്ളേരെ പറ്റിക്കാൻ അത് മതി. അങ്ങനെ കുഞ്ഞപ്പൻ അത് മേടിച്ചു കൊടുത്ത് അവൻ അത് ഊതിക്കൊണ്ട് നിന്നപ്പോൾ ജീപ്പ് വന്ന്. അപ്പം നമ്മളെക്കാളും മുമ്പ് കുറേ പേര് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവർ പോയി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ. കുറേ നാളായെന്ന് തോന്നുന്നു ഇതുപോലെ ഇത്രയും നടന്നിട്ട്. കുഴപ്പമില്ല, എല്ലാവരും എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ ഞങ്ങളുടെ ജീപ്പ് വന്നതും കയറിയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കയറി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തത്. അപ്പൊ നമ്മൾ ഇല്ലിക്കൽ കല്ലിലോട് വിട പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. വിഷമിച്ച് വിയർത്ത് കുളിച്ചു. പക്ഷെ ഇപ്പൊ നല്ല തണുപ്പുണ്ട്. ഇത്ര നേരം നട്ടപ്പൊരു വെയിലത്താണ് നമ്മൾ അതിന്റെ മുകളിൽ നിന്നത്. ശരിക്കും ടാൻ അടിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ മാറ്റിയെടുക്കാൻ 1 മാസം പിടിക്കും. ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പ്. ക്ലൈമറ്റ് മൊത്തത്തിൽ മാറിയല്ലേ ചേ, പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മൊത്തത്തിൽ മാറി. ഇപ്പൊ ഭയങ്കര തണുപ്പായി കേട്ടാ. സാധാരണ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ എല്ലാവരും നല്ല ഡ്രസ്സും അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല സെറ്റപ്പ് ആയിട്ട് പോകും. ഞങ്ങൾ നിപ്പിന് പോയതുകൊണ്ട് എൻ്റെ പണ്ട് കാലത്ത് എങ്ങാണ്ട് ഒരു ടോപ്പാണ് ഞാൻ എടുത്തിട്ടേക്കുന്നത്. പിന്നെ എപ്പോഴും ഇട്ടിട്ട് എല്ലാ വീഡിയോയിലും ഇട്ട് കാണുന്ന ഒരു പാൻറ്റും എടുത്തിട്ടിട്ടുണ്ട്. ചേട്ടനും അതേ നേരത്തെ ഇരുന്ന ഒരു ടീഷർട്ടും എടുത്തിട്ട്. കുഞ്ഞപ്പൻ്റെ മാത്രം ടീഷർട്ട് നല്ലതാണ്, പുതിയതാണ്. ബാക്കി എല്ലാം ഉള്ളതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ അതേ പോകുന്ന വഴിക്ക് കാറ് എന്തോ ഒരു കരിഞ്ഞ മണം തോന്നിയിട്ട് ചേട്ടൻ നിർത്തിയിട്ട് ഓയിൽ ചെക്ക് ചെയ്യാണ് കേട്ടോ. ഇതേ നോക്കിക്കേ, പൈനാപ്പിൾ തോട്ടം ഒരൊറ്റ മനുഷ്യ കുഞ്ഞില്ലാത്തൊരു സ്ഥലത്ത് വെച്ചാണ് ഈ കാറ് ഒരു കരിഞ്ഞ മണം വന്നത്. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചേട്ടൻ ഓയിലൊക്കെ ചെക്ക് ചെയ്ത് എന്താണ്ടൊക്കെ ചെയ്ത് പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു. കുറേ കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു കട കിട്ടി. ഞാൻ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് വിളിച്ചു ചോദിച്ചു, ചേട്ടാ ഊണുണ്ടാ, ചോറുണ്ടാ, ബിരിയാണിയൊന്നും വേണ്ട, ചോറുണ്ടാ, ഇച്ചിരി കിട്ടുക. ഉണ്ട് മോളെ എന്ന് പറഞ്ഞ് ചാടി അങ്ങോട്ട് ഇറങ്ങി പപ്പടവും കുറച്ച് കറികളൊക്കെ കൂട്ടി ചോറിന് കൊതി വരും നമുക്ക് ഇങ്ങനെയൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ചോറ് തിന്നാൻ വേണ്ടി. മിക്കയിടത്തും കിട്ടൂല ചോറ്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെയും കുറേ കിലോമീറ്റർ യാത്ര ചെയ്തപ്പം മാർമല അരുവി മാർമല വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയി. ഇത് പെട്ടെന്നൊന്നും അല്ല കേട്ടോ, കുറേ കിലോമീറ്റർ പിന്നെയും കഴിഞ്ഞാണ് അവിടെ എത്തിയത്. അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോവാണ്. കുളിക്കണമെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി പോകണമെന്ന് അവിടുത്തെ ആ സെക്യൂരിറ്റി പറഞ്ഞു. ചെന്നപ്പോൾ എൻ്റെ പൊന്നേ സീനെന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗിയുള്ള അരുവി. കുഞ്ഞപ്പനപ്പം തന്നെ ഉടുപ്പൊക്കെ ഒരു ഷഡ്ഡിപ്പുറത്ത് നേരെ വെള്ളത്തിലോട്ട് ചാടി. എനിക്കാണെങ്കിൽ സങ്കടം കൊണ്ട് വയ്യ. വേറെ ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ വെള്ളത്തിൽ. ഈ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാവാ. ചേട്ടനാണെങ്കിൽ എനിക്ക് സ്ഥലം അറിയില്ല, വഴി അറിയില്ല, പുഴ അറിയില്ല. വാടി വാഗമണ്ണ് പോകാമെന്നും പറഞ്ഞ് ഞങ്ങളെയും കൊണ്ട് പോയതാണ് ചേട്ടൻ. പോകുന്ന വഴി എന്തൊക്കെയുണ്ടെന്ന് ചേട്ടനും അറിയില്ല. അവിടെ ചെന്നപ്പോൾ എനിക്ക് വിഷമം. തണുപ്പെന്ന് പറഞ്ഞാൽ ഐസ് വെള്ളം പോലത്തെ വെള്ളം, എന്തൊരു അടിപൊളി വെള്ളച്ചാട്ടം. പക്ഷെ കളിക്കാനും കുളിക്കാനും ഒന്നും പറ്റിയില്ല. പിന്നെ കുഞ്ഞപ്പനെങ്കിലും കളിക്കാൻ പറ്റിയല്ലോ എന്നൊരു ആശ്വാസത്തിൽ അങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് ഞങ്ങൾ മുകളിലോട്ട് കയറിപ്പോയി. വെള്ളച്ചാട്ടം മുകളിലാണ് കേട്ടോ. എൻ്റെ പിന്നെ ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാടിൻ്റെ നടുക്കൂടി പാറയുടെ ഇടയിൽ കൂടി ഭയങ്കര എന്തോ ഒരു സിനിമയിലൊക്കെ ഈ പ്രേതപ്പടം കാണുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ്. മോളിൽ കയറി ചെന്നപ്പോൾ ദേണ്ടടാ വെള്ളച്ചാട്ടം. ഇതാണ് മാർമല. ഞങ്ങൾ അവിടെ അങ്ങോട്ട് കിടന്ന് മലയുടെ ചരിവിലാണ് ഈ കിടക്കണത്. അവിടെ കയറ് കെട്ടി വെച്ചേക്കണ കണ്ട. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പാടില്ല, അവിടം വരെ പോകാം. അപ്പോൾ നല്ല ഇതിൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടി. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോ എടുത്തു. അമ്മക്കും കുഞ്ഞമ്മക്കും എല്ലാവർക്കും വീഡിയോയും ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കുഞ്ഞപ്പൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഒരു 5:30 മണി, വൈകുന്നേരം ഒരു 5:30 മണിയെങ്കിലും ആയി കാണും. അപ്പം ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ്. അയ്യോ, എനിക്ക് പാട്ടൊക്കെ പാടാൻ തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പാട്ട് പാടണില്ല. ആ ഒരു സൂര്യാസ്തമയം കണ്ട എന്ത് തണുത്ത് ഒരു കോടമഞ്ഞിൻ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു റോട്ടിൽ കൂടി പോയപ്പോൾ. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇതൊക്കെയാണ് എനിക്ക് കാണേണ്ടത്. സത്യം പറയാം, 1 ഡേ ട്രിപ്പ് എന്നും പറഞ്ഞ് പോയതാണ്. രാവിലെ പോയിട്ട് രാത്രി തിരിച്ചു വരുമെന്ന്. അങ്ങോട്ട് പോയപ്പോഴുള്ള അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു രാത്രി യാത്ര വേണ്ട, അപകടമാണോ. അത് കൊച്ചു കൂടെ ഉള്ളതാണ്. അങ്ങനെ ഒരു കടയിൽ ചായയും കുടിച്ച് പഴംപൊരിയും തിന്ന് ഞങ്ങളൊരു റൂം കിട്ടാൻ പെട്ട പടി. ശനി ഞായറൊന്നും വാഗമണിലൊക്കെ ചെന്നാൽ റൂം പോലും കിട്ടൂല. ഈ ഒരു റൂം തന്നെ ഒരുപാട് പെടാപ്പാട് പെട്ടിട്ടാണ് നമുക്ക് കിട്ടിയത്. കുറേ ഹോട്ടലിന്റെ മുമ്പിൽ ചെന്ന് റൂമുണ്ടോ എന്ന് ചോദിച്ചിട്ട് എല്ലാം റൂമും ഫില്ലായിപ്പോയി. നല്ല റെന്റ് കൊടുത്ത് നല്ല വാടക കൊടുത്തിട്ടാണ് ഈ ഒരു റൂം നമുക്ക് ഒരു രാത്രി
ക്വാർട്ടറിലത്തേക്ക് കിട്ടിയത്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം 12 മണിക്ക് വെക്കേറ്റ് ചെയ്യണമെന്നും അവർ പറഞ്ഞു. പക്ഷെ നമ്മൾ രാവിലെ ഒരു 9 മണിയായപ്പോൾ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞപ്പന് വേറെ ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ, അതൊക്കെ ഇടിയിപ്പിച്ച് കൊടുത്തു. കുറച്ച് നേരം ഞങ്ങൾ റൂമിൽ വന്ന് കൂടും കുടുക്കയൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് റൂമിൽ ഒന്ന് റെസ്റ്റ് എടുത്തു. എന്നിട്ട് ഒരു 9 മണിയായപ്പോൾ വിശന്നപ്പോൾ അവിടെ നടന്നു പോകാനുള്ള ദൂരമുള്ള ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് ദോശയും ചമ്മന്തിയും കഴിച്ചു. കുഞ്ഞപ്പ പൊറോട്ടയും ബീഫാണ് തിന്നത്. ഞാൻ കുഞ്ഞപ്പൻ്റെ പ്ലേറ്റിൽ നിന്ന് ആക്കി തിന്നതാണ്. അവിടെ അടുത്തൊരു തുണിക്കടയിൽ പോയിട്ട് എനിക്കും ചേട്ടനും രാത്രി ഇടാനുള്ള ഡ്രസ്സും വാങ്ങിച്ചു. ഞങ്ങൾക്ക് ഡ്രസ്സില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ മുറിയുടെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബാത്റൂം. ഉള്ളിൽ വാഷ് ബേസിനൊക്കെ ഉണ്ട്. നല്ലൊരു ബാത്റൂമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ക്ഷീണം, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞപ്പനെയും പല്ല് തേപ്പിച്ച് വായൊക്കെ കൊപ്പിളിച്ചത് കൊണ്ട് കിടത്തി. ഞാനും പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് ഞാനും ഇതേ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും ഫാനും പോലും വേണ്ട, AC വേണ്ട, ഫാനും വേണ്ട, അത്രയ്ക്ക് തണുപ്പല്ലേ. എന്നാലും കുഞ്ഞപ്പന് ഫാൻ ഇടാണ്ട് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറുതായിട്ട് ഫാൻ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പാട്ട് രാവിലെ പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ തൊട്ട് വാഗമണിലോട്ട് പോയതും അവിടെ കണ്ട അടിപൊളി കാഴ്ചകളും എല്ലാം കൂടി ചേർത്ത് സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.